പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ചെർപ്പുളശ്ശേരി നന്മ സാംസ്കാരിക കേന്ദ്രം ആൻഡ് പബ്ലിക് ലൈബ്രറി നന്മ തണൽ പരിപാടി സംഘടിപ്പിക്കും. ജൂൺ 3 ബുധനാഴ്ച നന്മ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പരിസ്ഥിതി പ്രവർത്തകൻ രാജേഷ് അടയ്ക്കാപുത്തൂരിന് നന്മ പരിസ്ഥിതി പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൈകൾ വിതരണം ചെയ്യുകയും ഇപ്പോൾ സ്മൃതി വനം, അതേപോലെ തന്നെ നക്ഷത്ര വനങ്ങൾ, അതേപോലെ തന്നെ അത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ പരിപാടികളും പ്രവർത്തനങ്ങളും പരിസ്ഥിതി വാരത്തിന് മാത്രമല്ല ബാക്കി എല്ലാ സമയത്തും സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റുമായി കൈകോർത്ത് നന്നായി ചെയ്യുന്ന ഒരു സ്ഥാപനവും വ്യക്തിയാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് പ്രതിഫലമൊന്നും അങ്ങനെ അവർ വാങ്ങാറില്ല. എന്തെങ്കിലും ആരെയും കൊടുത്താൽ വാങ്ങേണ്ടതായിരിക്കാം. അതുകൊണ്ട് അദ്ദേഹത്തെ അംഗീകരിക്കുക, ആദരിക്കുക, അങ്ങനെ പരിസ്ഥിതി പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നൊരു മോട്ടീവാണ് അതിൽ നന്മയ്ക്കുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ക്യാഷ് അവാർഡും ഒരു ഫലകവും അതുപോലെ തന്നെ അനുമോദന പത്രം കൂടിയിട്ടാണ് അത് വിതരണം ചെയ്യുന്നത്. അത് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് കവിയും എഴുത്തുകാരനുമായ ആലങ്കോട് ലീലാകൃഷ്ണനാണ്. അത് ജൂൺ 3 വൈകുന്നേരം 4 മണിക്ക് നന്മയുടെ ഹാളിൽ വെച്ചിട്ടാണ് ആ പുരസ്കാര വിതരണം നടക്കുന്നത്. ഈ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ DFO സൗമ്യ സ്കറിയ സുമു സ്കറിയ അവരും കൂടിയ പുരസ്കാര വിതരണം നടത്തുന്നുണ്ട്. പരിസ്ഥിതി കൂട്ടായ്മയായ അടയ്ക്കാപുത്തൂർ സംസ്കൃതിക്ക് നേതൃത്വം നൽകുന്ന രാജേഷ് അടയ്ക്കാപുത്തൂരിന് ഈ വർഷത്തെ നന്മ പരിസ്ഥിതി പുരസ്കാരം സമ്മാനിക്കും. ഇതോടൊപ്പം സംസ്കൃതിയിലെ 10 സന്നദ്ധ സേവകർക്കുള്ള നന്മയുടെ പ്രത്യേക ആദരവും ചടങ്ങിൽ വെച്ച് നൽകും. കവിയും എഴുത്തുകാരനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ സുമി സക്കറിയ പുരസ്കാര വിതരണവും ആദരിക്കലും നടത്തും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച ജൂൺ 5 പരിസ്ഥിതി ദിനമാണ്. ആ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ജൂൺ 3 ഈ പരിപാടി നാട്ടിൽ തന്നെ ആളുകളിൽ ഒരു പ്രചോദനവും ഒരു പ്രതീക്ഷയും മറ്റുള്ളവർക്ക് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം നടത്താൻ കഴിയുന്ന രീതിക്ക് ആയിത്തീരണം എന്ന് നന്മ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ പരിപാടിയെ ബന്ധപ്പെട്ട ആളുകളിലേക്ക് പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കണം. വാർത്താ സമ്മേളനത്തിൽ നന്മ വൈസ് ചെയർമാൻ ബാലകൃഷ്ണൻ, നന്മ സീനിയർ സിറ്റിസൺ ഫോറം പ്രസിഡന്റ് അലി മാട്ടര, ലൈബ്രറിയൻ ജാബിർ എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി.